പെട്രോൾ ഡീസൽ പാചകവാതക വില വർധന ഉണ്ടാവാനുള്ള സാധ്യത എല്ലാം മുന്നിൽ കാണുന്നുണ്ട്. ശക്തമായ പ്രതിഷേധത്തിന് തന്നെയാണ് പ്രതിപക്ഷം അതുകൊണ്ട് തയ്യാറെടുക്കുന്നത്. CPIM ആഹ്വാനം ചെയ്ത പ്രതിഷേധങ്ങൾ ഇന്നു മുതൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആരംഭിക്കുന്നുണ്ട്. കോൺഗ്രസ് അടക്കമുള്ള മറ്റു പ്രതിപക്ഷ പാർട്ടികളും പ്രതിഷേധവുമായി രംഗത്തെത്തും. ആദിൽ പാലോട് നൽകും വിശദാംശങ്ങൾ. ആദിൽ, എന്തൊക്കെയാണ് നീക്കങ്ങൾ? എങ്ങനെയാണ് പ്രതിഷേധിക്കാനുള്ള ഓരോ നീക്കവും നടത്തുന്നത്? ഇന്നു മുതലാണ് പ്രതിഷേധങ്ങൾ തുടങ്ങുന്നതല്ലേ? ഉറപ്പായും പാചകവാതക വില വർധനവിൽ വലിയ പ്രതിഷേധം ഉയർത്തണം എന്നാണ് പോളിറ്റ് ബ്യൂറോ തീരുമാനിച്ചിട്ടുള്ളത്. CPM-ന്റെ അത് സംസ്ഥാന ഘടകങ്ങൾക്ക് നിർദ്ദേശമായി നൽകുകയും കേരളത്തിൽ അതിശക്തമായ പ്രതിഷേധങ്ങളിലേക്ക് പോകണമെന്ന് പാർട്ടി ഘടകങ്ങൾക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ഇന്നലെ അതിൻ്റെ പ്രതിഷേധ പരിപാടികൾ തുടങ്ങുകയാണ്. ഇടതുപക്ഷ പാർട്ടികൾ ആകെ തന്നെ വലിയ പ്രതിഷേധത്തിന് ഇതിനോടകം ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പാചകവാതക വില 1000 രൂപയ്ക്ക് അടുത്ത് വർദ്ധിപ്പിച്ചു എന്നതിന് ഉപരിയായി ഇന്ധന വില കൂടി വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തുകയാണ്. പെട്രോളിനും ഡീസലിനും 4 രൂപ മുതൽ 5 രൂപ വരെയും ഗാർഹിക സിലിണ്ടറുകൾക്ക്, അതായത് ചുമന്ന സിലിണ്ടറുകൾക്ക് 50 മുതൽ 60 രൂപ വരെയും വർദ്ധിപ്പിക്കും എന്ന അഭ്യൂഹമാണ് ദില്ലിയിലുള്ളത്. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള തീരുമാനം ഉടനെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അതിശക്തമായ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണം എന്ന നിലയിലേക്ക് പ്രതിപക്ഷ പാർട്ടികൾ എത്തിയിട്ടുണ്ട്. ഇടതുപക്ഷ പാർട്ടികൾക്ക് പുറമെ മറ്റ് പ്രതിപക്ഷ പാർട്ടികളും കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ പ്രതിഷേധത്തിന് ഉടൻ തന്നെ തീരുമാനമെടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള യോഗങ്ങളും ഉടൻ ദില്ലി കേന്ദ്രമാക്കി നടക്കുകയും ചെയ്യും. സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പിടിച്ചുവെക്കുകയും പിന്നീട് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ആളുകളെ വഞ്ചിക്കുകയും ചെയ്തു എന്ന ആരോപണമാണ് പ്രതിപക്ഷ പാർട്ടികൾ പ്രധാനമായും ഉയർത്തുന്നത്. വലിയ രാജ്യവ്യാപക പ്രതിഷേധത്തിലേക്ക് പോകാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം.